ഞങ്ങളുടെ മനസ്സമ്മതം കഴിഞ്ഞ് ഏകദേശം 3-ാമത്തെ ആഴ്ചയിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം ഞങ്ങൾക്ക് പ്രിപ്പയർഡ് ആവാനായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു കഴിഞ്ഞ എൻഗേജ്മെൻറ്റിന് മുന്നേയുള്ള ഡേയ്സിൽ അനുഭവിച്ച പ്രഷറിന് നേരെ വിപരീതമായിരുന്നു കല്യാണം വരെയുള്ള ഡേയ്സ്. ഞാൻ കുറേ കൂടി കൂളായിരുന്നു, ഹാപ്പി ആയിരുന്നു, റിലാക്സ്ഡ് ആയിരുന്നു ആ ഡേയ്സൊക്കെ. ആൻഡ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇമോഷണൽ വെയിറ്റേജ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത്രയും വർഷം ഞാൻ ജീവിച്ച് വളർന്ന എൻ്റെ ഫാമിലി മീൻസ് എൻ്റെ പപ്പ, അമ്മ, പാപ്പ, അമ്മ, മാലു, അതാണ് എൻ്റെ ഹോം. അവിടെ നിന്ന് ഒരു പരിധി വരെയൊക്കെ ഞാൻ പുറത്ത് പോയിട്ടുള്ളൂ ശരിക്കും. സോ അപ്പോൾ വളരെ ലിമിറ്റഡായിട്ട് പുറത്തൊക്കെ പോയി എൻഗേജ് ചെയ്ത് ജീവിച്ചിരുന്ന ഞാൻ പുതിയൊരു ഫാമിലിയിലേക്ക് ചെല്ലാണ്, പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞ് ഒന്ന് അഡാപ്റ്റായി വരാനായിട്ടുള്ളൊരു ടൈമായിരുന്നു അതൊക്കെ. ആൻഡ് ഞാനതുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡേയ്സ്. കാരണം ഏതൊരു പെൺകുട്ടിയുടെ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും ക്യൂരിയസ് ആയിട്ടുള്ളൊരു ഡേ ആണല്ലോ വെഡ്ഡിങ് ഡേ. നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുങ്ങാനായിട്ടൊക്കെ ആഗ്രഹിക്കും. എനിക്കും അതുപോലെ തന്നെ എൻ്റെ ഗൗണും എൻ്റെ ആ ഒരു അറ്റയറൊക്കെ ബ്യൂട്ടിഫുൾ ആവണമെന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയാണ് എൻ്റെ ഡ്രീം അവിടെ ഫുൾഫില്ലാക്കി തന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മയാണ് എൻ്റെ ഫുൾ ഡ്രസ്സസും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡ്രസ്സിൻ്റെ ബലത്തിലാണ് ഞാൻ അന്ന് അത്രയും ഫ്ലോലെസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ വീട് ക്ലീനിങ് ആയി, അവസാനത്തെ ഷോപ്പിങ്ങുകളായി, മധുരം വെപ്പിൻ്റെ ഷോപ്പിംഗ്, ഡ്രസ്സിൻ്റെ ട്രയൽസ് എല്ലാം അതിനിടയ്ക്ക് നടന്നു പോയി. കൂടെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സും. ബിക്കോസ് അലു ഞാനും തമ്മിൽ 8 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് അവൾക്ക് ഞാനൊരു അമ്മനെ പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ അപ്പോൾ അവളായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത്, ഞാനും അവളെ തന്നെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. കൂടെ കുറേ നല്ല മൊമെൻറ്റ്സും, ഞങ്ങൾ 5 പേര് മാത്രമായിട്ടുള്ള 6 പേര് മാത്രമായിട്ടുള്ള മൊമെൻറ്റ്സ് ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. ആൻഡ് ഫൈനലി ഇതാ പള്ളിയിൽ നിന്ന് ചീട്ടൊക്കെ വാങ്ങിച്ചു, കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി.